മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരനെ വധിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട 3 ഭീകരരിൽ 2 പേർ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരാണ്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഹർവാനിലെ മുൾനാർ മേഖലയിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരനെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ദേവിക, ജമ്മു കശ്മീരിൽ ശ്രീനഗർ മേഖലയിൽ ഹർവാനിലെ മുൾനാർ പ്രദേശത്ത് നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇതിൽ 2 പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൊല്ലപ്പെട്ടിട്ടുള്ളത് ലഷ്കർ-എ തൊയ്ബ ഭീകരരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭീകരർ വൻ ആയുധ ശേഖരവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംയുക്ത ഭീകര വിരുദ്ധ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ സൈന്യവും CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയത്. പരിശോധനയ്ക്കിടെ വെടിയൊച്ച കേൾക്കുകയും സൈന്യം നടത്തിയിട്ടുള്ള തിരിച്ചടിയിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ലഷ്കർ-എ തൊയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് ആദ്യം സ്ഥിരീകരിച്ചു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ കൊല്ലപ്പെട്ട 3 ലഷ്കർ-എ തൊയ്ബ ഭീകരരിൽ 2 പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ വൻ ആയുധ ശേഖരവുമായാണ് സംഘം തമ്പടിച്ചിട്ടുള്ളത്. അതായത് മറ്റൊരു ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള സംഘത്തെയാണ് ഇന്ന് സുരക്ഷാ സേന സൈനിക നടപടികളിലൂടെ വധിച്ചിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ഐഡന്റിറ്റി, അവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളത് മനസ്സിലാക്കുന്നു. കൂടാതെ മേഖലയിൽ ഇപ്പോഴും സൈന്യം പരിശോധന നടത്തി വരികയാണ്. കാരണം കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടോ എന്നുള്ള സംശയം സൈന്യത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ടുള്ള പരിശോധന തുടരുന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാത ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വനം മേഖലയിൽ നിന്ന് പുറത്ത് കടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഹർവാനി മേഖലയിൽ സൈന്യത്തിന്റെ പരിശോധന നടത്തുന്നത്. ഏതായാലും സൈനിക നടപടി ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് എണ്ണി സൈന്യം, അല്ലെങ്കിൽ ഭാരതം മറുപടി ചോദിക്കുകയാണ്. ഭീകരർക്ക് അതിർത്തി കടന്നുകൊണ്ട് മറുപടി നൽകി. കൂടാതെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന സ്ലീപ്പർ സെല്ലുകൾക്കും ഒപ്പം ഭീകരവാദ ബന്ധമുള്ളവർക്കുമെതിരെ കർശന നിയമ നടപടിയെടുക്കുന്നു. അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി ആയുധവുമായി തമ്പടിച്ചുകൊണ്ട് ഭീകരാക്രമണങ്ങൾക്ക്, അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കർശന നിയമ നടപടി സ്വീകരിക്കുന്നതും സൈന്യം തുടരുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹർവാനി മേഖലയിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിൽ 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരെ വധിക്കുകയും അതിൽ 2 പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നിപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ദേവിക. ശരി.